എന്താണ് ഈ വെയർഹൗസ് മാനേജ്മെന്റ്? വെയർഹൗസ് മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. 2-3 മാസം കൊണ്ട് പഠിച്ചെടുക്കുന്ന ഈ കോഴ്സ് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ട്. പ്രത്യേകിച്ച് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു കരിയറാണ് ഈ ഒരു വെയർഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സും വെയർഹൗസ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മൈ നെയിം ഈസ് മുസമ്മിൽ. വെൽക്കം ടു അപ്സ്കിൽ കരിയേഴ്സ്. നമുക്കറിയാം, ലോജിസ്റ്റിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. ഏതൊരു പ്രൊഡക്റ്റും മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് വെയർഹൗസിലേക്കായിരിക്കും. കറക്റ്റായിട്ട് ആ പ്രൊഡക്റ്റ് ഏതാണ്, അതിൻ്റെ സീരിയൽ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു വെയർഹൗസിൽ നമ്മൾ സ്റ്റോറിങ് ചെയ്യുന്നത്. ആദ്യം പ്രൊഡക്റ്റിനെ, മാനുഫാക്ചറിങ് കഴിഞ്ഞ പ്രോഡക്റ്റിനെ സ്റ്റോറിങ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് മെയിൻലി നമ്മൾ വെയർഹൗസിൽ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നത് മുതൽ അത് കറക്റ്റ് പ്ലേസിൽ സ്റ്റോർ ചെയ്യുക. ഉദാഹരണത്തിന് അത് കോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ വളരെ കുറഞ്ഞ ഐറ്റംസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെയർഹൗസിൽ അലോക്കേറ്റ് ചെയ്ത സ്പേസിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യണം. മാത്രമല്ല സീരിയൽ നമ്പർ, അതിൻ്റെ മോഡൽ നമ്പർ നോക്കിയിട്ടായിരിക്കണം നമ്മളതെല്ലാം കീപ്പ് ചെയ്യേണ്ടത്. മാത്രമല്ല വരുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം, പാക്ക് ചെയ്യേണ്ടി വരും, ദെൻ ഡെസ്പാച്ച് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു എൻ്റയർ പ്രൊസീജിയറാണ് ഒരു വെയർഹൗസിൽ നടക്കുന്നത്. ചെറിയ കണ്ടെയ്നർ സൈസിലുള്ള വെയർഹൗസ് മുതൽ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വരുന്ന വെയർഹൗസുകൾ വരെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിക്കും ഇന്ന് വെയർഹൗസുകളുണ്ട്. കേവലം മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് മാത്രമല്ല വെയർഹൗസ് ഉള്ളത്. മാനുഫാക്ചറിംഗ് കമ്പനികൾക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും കൊറിയർ കമ്പനികൾക്കും വരെ ഇന്ന് വെയർഹൗസ് ഉണ്ട്. പ്രത്യേകിച്ച് പോർട്ടുമായി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സാധ്യതകൾ ഈ വെയർഹൗസ് മേഖലയിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഏതൊരു കമ്പനിയും ഇന്ന് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു വെയർഹൗസും കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാവുന്ന ഒരു മേഖലയാണിത്. ഇന്ത്യയിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ലോജിസ്റ്റിക്സ് എത്രത്തോളം വളരുന്നോ അത്രത്തോളം വെയർഹൗസ് മേഖലയും വളരുന്നുണ്ട്. വിഴിഞ്ഞം പോലുള്ള പ്രൊജക്റ്റുകൾ വരുന്നതുകൊണ്ട് കേരളത്തിൽ തന്നെ വെയർഹൗസിന്റെ സാധ്യതകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വെയർഹൗസിംഗ് കരിയർ ചൂസ് ചെയ്യുന്ന ഒരാളുടെ പ്രധാനപ്പെട്ട ഡൗട്ടാണ്, അവിടെ ഒരു ലേബറിനെ പോലെ നമ്മൾ അവിടെ പാക്കിങ്ങിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിലായിരിക്കുമോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും അങ്ങനെയല്ല. ഇൻവെന്ററി മാനേജ്മെന്റ് മുതൽ, അതായത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് മുതൽ അത് സോർട്ട് ചെയ്യുന്നതും അതിനെ അലോക്കേറ്റ് ചെയ്യുന്നതും അതിന്റെ ഡെസ്പാച്ചും മൊത്തം നോക്കേണ്ടത് ഈ ഒരു വെയർഹൗസിംഗ് സൂപ്പർവൈസേഴ്സ് ആണ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആണ്. നിങ്ങൾ അവിടെ ചെയ്യുന്നത് അവിടുത്തെ ലേബേഴ്സിനെ കൊണ്ട് കറക്റ്റായിട്ട് ഈ വർക്കുകൾ ചെയ്യിപ്പിക്കുക, അതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലേബറെ പോലെ വെയർഹൗസിൽ വർക്ക് ചെയ്യേണ്ടി വരില്ല. സോ ഇത്രയും സാധ്യതയുള്ള ഒരു കരിയർ അപ്സ്കിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് അപ്സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 2 മാസത്തെ വെയർഹൗസ് ട്രെയിനിങ്ങിലൂടെ എന്താണ് ഒരു വെയർഹൗസ്, അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അവിടെ ടീം മാനേജ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്, കൃത്യമായ ലോജിസ്റ്റിക്സിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയർഹൗസിംഗ് സക്സസ്ഫുള്ളി റൺ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് സ്മോൾ സൈസ് വെയർഹൗസ് മുതൽ കോൾഡ് സ്റ്റോറേജ്, ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വെയർഹൗസ് വരെ എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരും. 2 മന്ത്സ് ട്രെയിനിങ് ആണ് അപ്സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 മന്ത് ഇന്റേൺഷിപ്പ്. ഈ ഒരു ഇന്റേൺഷിപ്പിനകത്ത് നിങ്ങളൊരു വെയർഹൗസിൽ ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം 100% പ്ലേസ്മെന്റും അപ്സ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്സ്കിലിന്റെ വെയർഹൗസ് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാം. 100% പ്ലേസ്മെന്റ് സപ്പോർട്ടോട് കൂടി അപ്സ്കിൽ നിങ്ങൾക്ക് ജോലിയാക്കി തരുന്നു. മാത്രമല്ല ഫർദർ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ജോബ് വിട്ട് മറ്റൊരു ജോബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ്മെന്റ് സപ്പോർട്ടും അപ്സ്കിൽ തരും. സോ നല്ലൊരു കരിയറാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കുറവാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. വെയർഹൗസ് മാനേജ്മെന്റ് ഈസ് ഫോർ യു. സോ നിങ്ങൾക്ക് വെയർഹൗസ് മാനേജ്മെന്റ് എന്താണ്, അപ്സ്കിൽ എങ്ങനെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. കരിയറുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.